ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി ദുർഗ. ഇന്ന് എൻ്റെ മോള് ജനിച്ചിട്ടുള്ള 90th ഡേ. നിങ്ങൾ ചെയ്തോളൂ, കുഴപ്പമില്ല. മോള് ജനിച്ചിട്ടുള്ള 90th ഡേ സെലിബ്രേഷനാണ്. പിന്നാണ് പേരിടൽ ചടങ്ങ്. എൻ്റെ യൂട്യൂബിലായിക്കോട്ടെ, എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ആൾക്കാർ കുഞ്ഞിൻ്റെ ഫോട്ടോ കാണിച്ചെങ്കിലും കുഞ്ഞിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ പേരിടൽ ചടങ്ങ് നടത്തിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്നാണ് ആ ചടങ്ങ്. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് നമ്മൾ ഒഫീഷ്യലി അവളുടെ പേര് വിളിച്ച് തുടങ്ങും. ഇതുവരെ നമ്മൾ വീട്ടിൽ നിന്ന് ഓരോന്ന് വിളിക്കും, തോന്നിയ പേരുകളൊക്കെ വിളിക്കും. അതല്ലാതെ ഒഫീഷ്യൽ നെയിം ഇന്ന് നമ്മൾ പുറത്ത് വിടുവാണ്. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനിലേക്കുള്ള ഒരുക്കങ്ങളാണ് ഇതൊക്കെ. ആദ്യം അമ്മ ഒരുങ്ങട്ടെ, എന്നിട്ട് കൊച്ചൊരുങ്ങും. അതെപ്പോഴും അങ്ങനെ തന്നെ അല്ല ഏട്ടാ? ഏട്ടനെന്താ പറയാനൊരു മടി? അമ്മയാണല്ലോ നടി. അതുകൊണ്ടല്ല, ഞാൻ ഏട്ടന് ഞാൻ കഴിഞ്ഞേ ഉള്ളൂ ഇപ്പം, അല്ലേ? അല്ല, എപ്പോഴും. രാഹുലേട്ടൻ, ഗുഡ് മോർണിംഗ്. ഇതാണ് രാഹുലേട്ടൻ, നമ്മളുടെ പ്രോഗ്രാമിന്റെ ഫുൾ ഇവന്റ് കാര്യങ്ങൾ ചെയ്യുന്ന വെന്യൂ ഇവന്റ്സ്. രാഹുലേട്ടൻ. ഞാൻ ഇന്നിപ്പോ ഇത് നമ്മുടെ സ്വന്തം വികാസേട്ടനെ എന്റെ എന്തെങ്കിലും ഫംഗ്ഷനിൽ കണ്ടിട്ടില്ലെങ്കിൽ ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കും, വികാസേട്ടൻ വന്നില്ലേ, വികാസേട്ടൻ എന്ത് ചെയ്യുന്നൊക്കെ. വെന്യൂ ഇവന്റ്സ് ആണ് എന്താ പറയുക, നമ്മുടെ ഫുൾ ഇവന്റ് ചെയ്യുന്നത്. രാഹുലേട്ടനും ഈ പറയുന്ന പോലെ കുറേ കാലങ്ങളായിട്ടുള്ളൊരു ബന്ധമാണ്. രാവിലെ ഈ സമയമാകുമ്പോഴേക്ക് 2 കല്യാണം കഴിഞ്ഞു, 2 കല്യാണ വീട്ടിൽ നിന്ന് കഴിച്ചു. ഇനി അടുത്തതുണ്ട് ക്രിസ്ത്യാനി. അപ്പൊ അത് നല്ല ബീഫും മട്ടനും ചീസ് ഓംലെറ്റ് ആണ്. എനിക്ക് സ്ഥലമില്ല, എനിക്ക് ഇനി 1/2 സെന്റ് എന്തെങ്കിലും വയറ്റിൽ വേണം. നീല് പറയണത് ഞാനിവിടെ ചുമ്മാ നിൽക്കണ്ടല്ലോ, എനിക്ക് വന്നോട്. അച്ഛമ്മ മുത്തശ്ശി കജിന്റെ സുന്ദരിയായിട്ട് നല്ല രസമുണ്ട് സാരിയുടെ കളറ്. എൻ്റെ കൊച്ചിന്റെ അമ്മായി ആയിരിക്കണം, താരമ്മായി. ഏത് വകയില് ചേച്ചി? എനിക്ക് ചേച്ചി. ഞാൻ പറഞ്ഞു കൊച്ചിന്റെ വകയിലൊരു അമ്മായി, താരമ്മായി. അങ്ങനെ ഏട്ടാ, എനിക്ക് ചേച്ചി അല്ല ഏട്ടാ, എനിക്ക് ചേച്ചി. അതൊക്കെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അമ്മായി അല്ല, വല്യമ്മയായിരിക്കും. ഞാൻ 4ാം ക്ലാസ് പഠിക്കുന്ന സമയം തൊട്ട്, 4ആയിരുന്നു 5ആയിരുന്നു 5ാം ക്ലാസ് പഠിക്കുന്ന സമയം തൊട്ടിട്ട് അങ്ങോട്ട് നോക്കൂ, എന്റെ കൂടെ പഠിച്ച BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ, അങ്ങനെയല്ല, ബേസൽ ഇവാഞ്ചൽ വശം ഞാൻ എൻ്റെ 5th സ്റ്റാൻഡേർഡ് തൊട്ടിട്ടുള്ള എൻ്റെ സുഹൃത്താണത്. ഇല്ല, രാവിലെ വരെ ഞങ്ങൾ ഇവിടെ കിടന്നു, അപ്പൊ ആരും ഉണ്ടായില്ല എടുത്തോണ്ട് നടക്കാനും. ഞാനും ഏട്ടനും തന്നെ. ഇതെന്റെ ഏട്ടത്തമ്മ ഏട്ടാ, പാറുമ്മ. അവര് ദുബായിലായിരുന്നു, ഇപ്പം മോളുടെ പരിപാടിക്ക് വേണ്ടി വന്ന. കണ്ണു ചേട്ടനോ? ആണ്. മോനോ? വാവുണ്ട്, പുതിയ കുഞ്ഞു വാവുണ്ട്. വാവയും മോളും തമ്മിൽ എത്ര? 7 മാസം വ്യത്യാസം. അത് ദേവാങ്കന, നിങ്ങളുടെ ദേവുട്ടി, അഞ്ജലി, ആഗു, അച്ചു. ഇനിയുണ്ട് വേറെ, നിങ്ങളുടെ ഒരു മാധവൻകുട്ടി. ഇത്രയും പെങ്ങന്മാർക്ക് ഒരൊറ്റ രാങ്ങളേ ഉള്ളൂ. ഫൈസി. ഞാൻ ഇത് തൃശ്ശൂർ RK ഡിസൈൻസ് എന്നാണ് ഞാൻ എൻ്റെയും കുഞ്ഞിൻ്റെയും ഉണ്ണേട്ടൻ്റെ ഒക്കെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഈ ഷോളിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് ഞാൻ എന്താണെന്ന് ഇപ്പം കാണിച്ചു തരാം. ഇത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. എല്ലാവരും കാണിച്ചു തരാം. ആരും കണ്ടിട്ടില്ല, അവരെല്ലാവരും വെയിറ്റ് ചെയ്യാം. കാണിച്ചോട്ടെ, കുത്താവ് ഇപ്പോൾ. ഓക്കെ, കാണുമോ അത്? കണ്ടോ, എന്റെ കൊച്ചിന്റെ പേര് ഇതിനകത്തുണ്ട്. ഇത് അവര് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്ത് തന്ന പ്രകൃതിയായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം ഉണ്ട്. പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങളും എല്ലാം ഇതിനകത്ത്. അത് ആനക്കുട്ടിയുണ്ട്, മയിലുണ്ട്, തെങ്ങ്, കവുങ്ങ് എല്ലാം ഉണ്ട്. പ്രകൃതി. അതെ,
പിന്നെ അവര് തന്നെയുള്ള തന്നെ പീകോക്ക് കറക്റ്റ് അവരൊരു അതെ. പോലെ വന്ന്. അപ്പം ഞങ്ങൾക്ക് ഇത് RK ഡിസൈൻസ് ബൈ രേവതി തൃശ്ശൂർ അവരാണ് നിങ്ങളുടെ കോസ്റ്റ്യൂം. ആണ് എൻ്റെ പ്രിൻസസിൻ്റെ കോസ്റ്റ്യൂം. അയ്യോ പ്രസാദേട്ടാ എനിക്ക് അതൊന്നും എടുത്തരാവോ? ഇതാണ് എൻ്റെ പ്രിൻസസ് കോസ്റ്റ്യൂം. ക്യൂട്ടല്ലേ? കുഞ്ഞിനെ ഒരു ഉടുപ്പിടിപ്പിക്കണ്ടേ? അവള് നല്ല ഉറക്കാണ്. അമ്മയായി ഏട്ടാ. പോയോ? പ്രായമായിട്ടൊന്നുമില്ല, അമ്മയായി, അത്രേ ഉള്ളൂ. പ്രായമൊന്നുമില്ല, ഐ എം സ്റ്റിൽ യങ്. യെസ്. നിനക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലാവും. നീ എന്തിങ്ങനെ നോക്കണേ അമ്മനെ? നീ എന്തിനാ അമ്മനെ എങ്ങനെ നോക്കണേ? അമ്മനെ മനസ്സിലായില്ല. നനക്കരുത്. തണുത്തോ? അമ്മ ഒരു മിനിറ്റ്, ഇത് വരുന്നില്ല. എടാ ഒന്ന് കാൽമലാക്കിക്കേ. എടാ ഇത് ആവത്തില്ലടാ. ചേട്ടാ ഇത് പിടിച്ചു. ഒരു മിനിറ്റ് പൊക്കടാ, അത് പൊക്കടാ മോളെ. കമർത്തടാ, കാലമർത്തടാ. ഇത് ഓക്കെ എടുത്തോ. ടിഷ്യൂ തരൂടാ. അവിടെ ഒരു വെള്ളം എന്തെങ്കിലും ഉണ്ടോ? വെട്ട് ടിഷ്യൂ. തുടച്ചു കൊടുക്കുമ്പോളെ എൻ്റെ മഞ്ഞളാവും എൻ്റെ കയ്യിലാവും. ഇവിടെ ഹെഡ് വെക്കട്ടാ, ഇങ്ങനെ വെക്കും. പറയുന്ന പോലെ അമ്മ കൺമണി എന്ത് ചെയ്യാൻ പോണേ? മറിയാൻ പോവാണോ? ഉറക്കം വരണോ കുഞ്ഞിന്?
പാല് കൊടുക്കാം. പേര് വിളിച്ചോട്ടെ, പേര് വിളിച്ചോട്ടെ. ഇവിടെ രാവിലെ ആ സമയത്ത് എനിക്ക് ഇപ്പോഴല്ലല്ലോ, അപ്പോഴല്ലേ കൊണ്ട് തരണ്ടുള്ളൂ. ആ സാറിന്റെ കണ്ണു വെട്ടിച്ച് പ്രേമിച്ച് നടന്നതാണ്. ഞാൻ വിചാരിച്ചില്ല വരാൻ പറ്റുമെന്ന്. ബേബിനൊന്ന് കൺമണി ചെറിയ ഹസ്ബൻഡ് ഒന്നുമില്ല. എവിടെ എല്ലാരും കൂടെ നടക്കൂല എന്റെ വീട്ടിൽ. എല്ലാരെയും കൂടെ കണ്ട് ആകെ പ്രശ്നം. പിങ്കാണല്ലേ വെരി മഹാലക്ഷ്മി. ഇത്രയും ആൾക്കാരിൽ എനിക്ക് ഗിഫ്റ്റ് ഇട്ട് ഇവ മാത്രമേ എന്നെ നോക്കിയുള്ളൂ. പ്ലീസ്. രാഹുലേട്ടനാണ്, അറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ പരിപാടിയുടെ മൊത്തം പിന്നിൽ പ്രവർത്തിച്ച ആൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ തീം പറഞ്ഞു തന്നു. അതായത് പ്രോഗ്രാമിന്റെ തീം എല്ലാം A to Z കാര്യങ്ങൾ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. എല്ലാം ഈ മനുഷ്യനാണ് എനിക്ക് കണ്ടുപിടിച്ച് ചെയ്തത്. കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഒരു ദിവസം വീട്ടിൽ വന്നു, കുറേ ഐഡിയാസും കൊണ്ട് വീട്ടിൽ വന്നിട്ട് അല്ലേ നമുക്ക് ലക്ഷ്മി എന്നുള്ളൊരു തീം കൊണ്ടുവന്നു, മഹാലക്ഷ്മി എന്നുള്ളൊരു തീം കൊണ്ടുവന്നു. ബാക്കി പിന്നെ അങ്ങോട്ടേക്ക് മുഴുവൻ ഏട്ടൻ്റെ ഐഡിയാസാണ്. ഇതെല്ലാം ഒന്നുമല്ല, ഏട്ടൻ തന്നെ കണ്ടുപിടിച്ചു കുറേ കാര്യങ്ങൾ. പിന്നെ നമുക്ക് കുറേ റിച്വൽസ് ആണെങ്കിലും നോർത്തിൽ നിന്നൊക്കെയുള്ള 90 ദിവസത്തിൻ്റെ പേരിടൽ ചടങ്ങിൻ്റെ ഒരുപാട് ബേബിയുടെ റിച്വൽസും കാര്യങ്ങളും ഉണ്ട്. എല്ലാം
കണ്ടുചടിച്ചതാണ് വെന്യൂ ഇവൻറ്റ്സ്. ഇവരെ ധൈര്യമായിട്ട് നിങ്ങളൊക്കെ നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല, എല്ലാവരും നോക്കിക്കോളും. എന്നെ പരിപാടി ഏറ്റുപോയി എന്നല്ലാതെ എന്നെ പിന്നെ വിളിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് വെന്യൂ ഇവൻറ്റ്സ്. രാഹുൽ ഏട്ടൻ, താങ്ക് യു സോ മച്ച് രാഹുൽ ഏട്ടാ, ഇത് വൺ അടിപൊളിയായി. എൻ്റെ സീമന്തം, വളകാപ്പ്, ഇപ്പൊ കൊച്ചിന്റെ 90, എല്ലാം ലസ്റ്റോ ആണ്. ഫോട്ടോഗ്രാഫി എല്ലാം കിടക്കും. ഒരു കുട്ടി ജനിക്കുന്നത് തൊട്ടിട്ട് അല്ലേ, ഒരു കുട്ടി ജനിക്കുന്നത് തൊട്ട് ആ കുട്ടിയുടെ 90, പിറന്നാള്, കല്യാണം, അങ്ങോട്ടെല്ലാം സീമന്തം, വളകാപ്പ്. ഡ്രസ് ശരിയാക്കിട്ടില്ലല്ലോ. വല്യമ്മ ഇട്ടിട്ട് പാറുവല്യമാണ്. ഇവരായിട്ട് പാറുമ ഞങ്ങളുടെ കോസ്റ്റ്യൂം ഒക്കെ ചെയ്തേ. ഓ അമ്മ വരട്ടെ, ഉണ്ണി വായു വായു. ആർക്കെ ഡിസൈൻസ് അല്ലേ, ആർക്കെ ഡിസൈൻസ് ബൈ രേവതി. അപ്പം ഞാൻ നേരത്തെ നമ്മളുടെ കോസ്റ്റ്യൂം വീഡിയോ, നമ്മളുടെ കോസ്റ്റ്യൂം ഉണ്ടത് ഞാൻ പറഞ്ഞിരുന്നു, ആർക്കെ ഡിസൈൻസ് ഫ്രം രേവതി. അപ്പം അതാ ഇവര് വിഷ്ണു ആൻഡ് രേവതി, ഇവരാണ് ഞങ്ങളുടെ ഈ 3 പേരുടെയും കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ളത്. ഓ ജോ എടുത്തു. ഉടായിപ്പ് മാമി മാമ ഫോട്ടോ ഇടത്തോട്ട് നോക്കുന്ന അവനെ കുറച്ച് വിട്ട് നോക്കാം. കഴിഞ്ഞല്ലോ. ഓനെടുത്ത് എന്തോ ഒരു സാധനം എന്റെ കൈ കുത്തുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇട്ടോ. അവളെ കരയിപ്പിക്കാൻ എടുക്കണം. മാമ പുള്ളി കച്ചന മാമന് മേക്കപ്പ് ഇട്ടാ എന്റെ മോട്ട. അയ്യോ തിന്നല്ലേ തിന്നല്ലേ അമ്മ തിന്നല്ലേ. ഓ കൺമണിയേ, കൺമണി അമ്മ, കൺമണി പ്രകൃതി. നാണു ചുട്ടുകൂടാനു അമ്മയുടെ കമ്മണിയാണോ, അച്ഛൻ്റെ പാക്രുവാണു, അമ്മ പൊന്നാണു. ടയർഡായോ? ഓ മുടിയ കയ്യില്. ഓ പൊന്നാണേ, അമ്മ ചിന്നട്ടെ ചിന്നട്ടെ അമ്മ. കുറച്ച് കാര്യമുണ്ടോ കേട്ടോ, നമുക്ക് ഇപ്പൊ കിടന്നു കൊടുക്കാം, നമുക്ക് പാല് കുടിച്ച് കിടന്നു കൊടുക്കാം കേട്ടോ. നമ്മ വേഗം ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഞങ്ങളും പോയി ഡ്രസ് മാറ്റി, കുഞ്ഞു പോയി ഡ്രസ് മാറിക്കോട്ടെ, വളരെ സങ്കടപ്പെടേണ്ട. നമസ്കാരം. ഇന്നാണ് എന്താ പറയുക, ഞാൻ അമ്മയായിട്ട് 3 മാസം തികയാണ്. അതായത് എൻ്റെ കുഞ്ഞുമോൾക്ക് ജന്മം കൊടുത്തിട്ട് 3 മാസം. മോളുടെ 90-ാം ദിവസത്തെ സെലിബ്രേഷൻ ആയിരുന്നു, പേരിടൽ ചടങ്ങ്. പിന്നെ അതല്ലാതെ കുറച്ച് റിച്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ആദ്യം തന്നെ നമ്മൾ ഇതൊരു മഹാലക്ഷ്മി വെൽക്കമിങ് ഹോം എന്ന് പറഞ്ഞൊരു തീമിലാണ് ഈ ഒരു റിച്വൽസ് പോകുന്നത്. അപ്പം കുഞ്ഞിനെ നമ്മളൊരു മഹാലക്ഷ്മിയായി സങ്കല്പിച്ച് അവളെ നമ്മൾ വീട്ടിലേക്ക് സ്വീകരിക്കുകയാണ്. ആദ്യം സ്റ്റേജിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ലക്ഷ്മീനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിളക്ക് കൊളുത്തി, അതായത്
ഉണ്ണിയേട്ടൻ്റെയും എൻ്റെയും വീട്ടിലെ എൽഡർ ആയിട്ടുള്ള മുതിർന്ന ഒരാൾ. അപ്പോൾ ഉണ്ണിയേട്ടന് അച്ഛനില്ലാത്തത് കാരണം അച്ഛൻ്റെ സ്ഥാനത്ത് ഉണ്ണിയേട്ടൻ്റെ ജ്യേഷ്ഠൻ കണ്ണൻ, പിന്നെ എൻ്റെ അച്ഛനും കൂടെ വിളക്ക് കൊളുത്തി നമ്മളെ രണ്ടുപേരും, അതായത് പ്യൂർ അകച്ച വെള്ളം കുടയില്ല, തീർത്ഥം കുടഞ്ഞ് നമ്മളെ ശുദ്ധീകരിച്ച് എന്നെയും ഉണ്ണിയേട്ടനെയും കുഞ്ഞിനെയും കൂടെ, എന്നിട്ട് കുഞ്ഞിൻ്റെ പാദപൂജ ചെയ്യും. അതായത് നമ്മൾ മഞ്ഞളിൽ കാല് ഡിപ്പ് ചെയ്ത് അതൊരു ക്ലോത്തിലോ അല്ലെങ്കിൽ ഈ നമ്മൾ കോലം വരയ്ക്കുന്ന പൊടി ഉണ്ടല്ലോ, അരിപ്പൊടിയിലോ ആണ് നമ്മൾ പ്ലേസ് ചെയ്യും. അതായത് പാദപൂജ പോലെ ചെയ്യുന്നതാണ് കുഞ്ഞിൻ്റെ കാല്. അപ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയുക, ക്ലോത്തിലാണ് ഞങ്ങൾ ഡിപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. ഫ്രെയിം ചെയ്യുന്നത് ക്ലോത്തിലാണ്, കാരണം നമുക്കത് എന്നും സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. പാദപൂജ ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞിനെ നമ്മളൊരു തൊട്ടിലിൽ കിടത്തി കഴിഞ്ഞാൽ പിന്നെ അഷ്ടലക്ഷ്മി പൂജ, അതായത് എട്ട് സ്ത്രീകൾ, അത് കുഞ്ഞിൻ്റെ ആൻറ്റിമാരൊക്കെ ആയിട്ട് 8 സ്ത്രീകളും അഷ്ടലക്ഷ്മിയുടെ ഓരോ കാര്യങ്ങൾ, ഇപ്പം എന്താ പറയുക, നെല്ലുണ്ടാവും. അപ്പോൾ ഓരോന്നിനും ഓരോ ഇതുണ്ട്. അപ്പം അരി എന്ന് പറയുന്നത് നമുക്ക് പ്രോസ്പെറിറ്റി, അന്നം കാര്യങ്ങൾ, പിന്നെ കോയിൻസ്, പിന്നെ എന്തായിരുന്നു പട്ട്. അപ്പോൾ ഓരോന്നിനും കൃത്യമായിട്ട് എനിക്ക് ഓരോന്നും എന്താ മീൻ ചെയ്യുന്നതെന്ന് എനിക്ക് ഓരോന്നിൻ്റെ അറിയില്ല. 8 സാധനങ്ങളുണ്ടാവും ദേവിയുടെ, അഷ്ടലക്ഷ്മി ദേവിയുടെ 8 ഐറ്റംസ് ഉണ്ടാവും. പിന്നെ ലോട്ടസ്, അതായത് താമര കഴിഞ്ഞാൽ പിന്നെ എന്തായിരുന്നു, 6 മുളം കണ്ണാടി, അങ്ങനെ 8 ഐറ്റംസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് 8 ഐറ്റംസ് എല്ലാം കൂടെ കുഞ്ഞിന് നമ്മളിങ്ങനെ ആരതി ഒഴിയുന്ന പോലെ ഒഴിഞ്ഞിട്ട് കുഞ്ഞിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരായി വന്നിട്ട് കുഞ്ഞിന് പാലുടി ചടങ്ങ്. അതായത് പാല് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒരു മോതിരത്തിലോ, സ്വർണ്ണത്തിൻ്റെ മോതിരം അല്ലെങ്കിൽ വെള്ളിയിലോ ഗോൾഡിലോ വെച്ചിട്ട് ഇങ്ങനെ ചുണ്ടത്തിങ്ങനെ വെച്ച് കൊടുക്കും ഓരോരുത്തർ. എന്നിട്ട് നമ്മൾ ആഭരണങ്ങളൊക്കെ കുഞ്ഞിനെ ഇടിയിപ്പിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുഞ്ഞിനെ എടുക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ കുഞ്ഞിൻ്റെ കാലിനൊരു റെഡ് ഡോട്ട് പോലെ തൊട്ട് കൊടുക്കും. ഇതാണ് അഷ്ടലക്ഷ്മിയുടെ ഒരു പരിപാടി, അഷ്ടലക്ഷ്മി പൂജ പോലെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുഞ്ഞിനെ മടിയിലേക്ക് വെക്കണു. ഒരു ചെവിയിൽ വെറ്റില വെച്ച് മൂടി, മറു ചെവിയിൽ അവളുടെ പേര് 3 പ്രാവശ്യം കുഞ്ഞിൻ്റെ അച്ഛൻ, അതായത് ഉണ്ണിയേട്ടൻ 3 പ്രാവശ്യം ഉച്ചരിക്കും. ശേഷം ഞങ്ങൾ പേര് എല്ലാവരും ഒന്ന് റിവീൽ ചെയ്തു, ഇതാണ് പേര് എന്നുള്ളത് എല്ലാവരും റിവീൽ ചെയ്ത് പിന്നെ ആരതി ഒഴിയും. കുഞ്ഞിൻ്റെ ഈ അമ്മമാരും ഒക്കെ ആയിട്ട് ആരതി, വീട്ടിൽ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് കുഞ്ഞിനെ ആരതി ഒഴിഞ്ഞിട്ട് ഒരു കറുത്ത പൊട്ട് കുഞ്ഞിൻ്റെ നെറ്റിയിലും ചെവിയുടെ പിറകിലുമായിട്ട് നമ്മൾ തൊട്ട് വെക്കും. അതായത് ദൃഷ്ടി കളയണു എന്ന അർത്ഥത്തിൽ. പിന്നെ ഫ്ലവേഴ്സൊക്കെ വെച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് കുഞ്ഞിനെ ബ്ലെസ് ചെയ്യുന്ന പോലെ കുഞ്ഞിന് ഫ്ലവർ നമ്മൾ ഇങ്ങനെ പുഷ്പാർച്ചന പോലെ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ചടങ്ങ്. ഇത് സാധാരണ നമ്മൾ പേരിടലും പാലുകുടി അങ്ങനത്തെ ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് എന്താ പറയുക, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ ഇത് വളരെയധികം റിസർച്ച് ചെയ്ത്, ഞാനല്ല, വെന്യൂ ഇവൻറ്റ്സ് വളരെയധികം റിസർച്ച് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ പേരിടുന്നതും പാലുകുടി ചടങ്ങ് അത് മാത്രമാണ് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം വെന്യൂ ഇവൻറ്റ്സ് ആണിത് മുഴുവൻ റിസർച്ച് ചെയ്ത് ഇങ്ങനെയും ചടങ്ങുകളുണ്ട്. കുഞ്ഞിന് എനിക്ക് തോന്നുന്നു നോർത്തിലൊക്കെ ഇത്തരം ചടങ്ങുകളുണ്ട്. അപ്പം അവിടെ നിന്ന് ഓരോന്നായിട്ട് തപ്പി കണ്ടുപിടിച്ച് വന്നിട്ട് നമ്മൾ അതേ ഒരു രീതിയിൽ, ഇതൊരു ജസ്റ്റ് ഒരു എന്താ പറയുക, ഷോയ്ക്ക് വേണ്ടി മാത്രമല്ല, മനസ്സറിഞ്ഞ് ലക്ഷ്മി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത്. അവൾക്ക് എല്ലാ ബ്ലെസ്സിങ്ങും ഉണ്ടാവണം, എല്ലാവരുടെയും ബ്ലെസ്സിങ്ങും അവൾക്ക് ഉണ്ടാവണം. അപ്പം കുഞ്ഞിൻ്റെ എൻ്റെ ഈ വളകാപ്പും സീമന്തും എല്ലാം ഭംഗിയായി ചെയ്ത പോലെ തന്നെ അവളുടെ ഒരു പ്രോഗ്രാം നല്ല ഭംഗിയിൽ എല്ലാവരുമായിട്ട്, കുടുംബവും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിന് കൂടെ നിന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു, ജെന്യുവൻലി ഫ്രം മൈ ഹാർട്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ എന്നാ ഇനി എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോട്ടെ. കുറേ നേരമായി പാവം, അവൾ ഞാനില്ലാണ്ട് നിൽക്കുന്നു. ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് അവളെ ഫീഡ് ചെയ്യാൻ. അപ്പം ഇവിടെ എല്ലാ ഗസ്റ്റുകളൊക്കെ എത്തി, എല്ലാവരും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. കൺമണി ഇച്ചിരി ടയേർഡായിട്ടുണ്ട്, കൺമണിയുടെ അമ്മ ഇച്ചിരി ടയേർഡായിട്ടുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. ബാക്കി ഇനി എന്താണ്, കുഞ്ഞിനെ പോയിട്ട് ഫീഡ് ചെയ്യണം, കുഞ്ഞിനെ ഉറക്കണം. ഇന്നലെ രാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, മോള് ഫുൾ കരച്ചിലായിരുന്നു. അപ്പം കുഞ്ഞിനൊന്ന് ഉറക്കണം, ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഉറങ്ങണം. അപ്പോൾ ബൈ.